പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭീഷണിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുനമ്പം സമരസമിതി. സ്വസ്ഥമായി ജീവിക്കാനാണ് തങ്ങൾ സമരം ചെയ്യുന്നത്. സതീശന് വോട്ട് മാത്രമാണ് പ്രധാനം. സതീശന്റെ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്നും ഭീഷണിക്ക് പിന്നാലെ പ്രാദേശിക നേതാക്കൾ കൊലവിളി നടത്തുകയാണെന്നും സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫ് ജനം ടിവിയോട് പറഞ്ഞു. പിന്നെ ചില ആളുകളുണ്ട്, ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആളുകൾ. അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. ചെവിയിലൊന്നും മുള്ളിയേക്കും, അത്രയുള്ളൂ. ആ ചെയ്തവർ ചെവിയില് കാര്യം മനസ്സിലായില്ല, ചെവിയിലൊന്നും മുള്ളിയേക്കും, അത്രയുള്ളൂ. അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഈ പ്രസ്താവനയാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത്. വിവാദത്തിനൊപ്പം തന്നെ വലിയൊരു പ്രതിഷേധത്തിന് കൂടിയാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. മുനമ്പം സമരസമിതി നേതാക്കൾ വലിയൊരു പ്രതിഷേധത്തിലാണ് ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ. ഒരു പ്രസ്താവനയ്ക്കപ്പുറത്തേക്കൊരു ഭീഷണി കൂടിയാണല്ലോ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിനോട് തന്നെ ഞങ്ങൾ ചോദിക്കണം. ഒരു പ്രതിപക്ഷ നേതാവിന് അനുയോജ്യമായ ഒരു വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന് എനിക്കറിയാം. എനിക്കിപ്പോഴും അതിശയമാണ്. കാരണം ഞങ്ങൾ ഈ ഒരു 50 പേര് BJP-യിൽ ചേർന്നതെന്ന് പറയുന്നത് എല്ലാവരും കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഞാനൊരു പ്രവാസിയാണ്, അപ്പം ഞാനത് അവകാശപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 1.5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും, അപ്പോൾ ഞങ്ങൾ ചെവിയിൽ നുള്ളിക്കുമെന്ന് പറഞ്ഞു. അതിലുപരി അദ്ദേഹം അത്രയുമാണ് സ്റ്റേജിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ പ്രചരിപ്പിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർ, എൻ്റെ പേരെടുത്ത് പറയുന്നത് എന്നെ കൊന്നുകളയുമെന്നാണ് പറയണത്. അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ എന്നെ പോലുള്ളൊരു വ്യക്തിനെ കൊന്നുകളയും, ശവം റോട്ടിൽ കിടക്കുമെന്നൊക്കെയാണ് ഇവിടെ എന്നെക്കുറിച്ച് പ്രചരിപ്പിക്കണം. അത് വാക്കാലെയുള്ള ആൾക്കാർ നമ്മൾ ഈ കരക്കമ്പി എന്ന് പറയൂലേ, അതുപോലെ ആണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിത് എന്തെന്നാണ് ഈ പറയണ, മനുഷ്യന് ഒന്നേ ജീവിതമുള്ളൂ. അതൊന്നും നമുക്ക് വി ഡി സതീശനല്ല. ഞാനിപ്പോൾ സമരം ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും സമാധാനത്തോടെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടിയാണ്. അല്ലാതെ എനിക്ക് ആരെയും പിടിച്ചു പറിക്കാനോ എനിക്ക് ആരെയും ഇതെങ്ങനെ. ഞാനൊരു പ്രവാസി, ഞാനിപ്പോൾ എൻ്റെ ജോലി കളഞ്ഞിട്ട് നിൽക്കുന്നത് ഈ സമരം എന്തിനു വേണ്ടിയുള്ളതാണ്. ഈ സമരം എന്തിനു വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്? കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കുക. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ഉണ്ട്, അതിലൊന്നാണ് കിടപ്പാടം. കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സമരം ചെയ്ത് ഞങ്ങളെ സഹായിച്ച ഒരാൾക്ക് ഞങ്ങൾ കൈ കൊടുത്തപ്പോൾ അധികാരത്തിൽ വരാൻ മുന്നേ ഒരാൾ പറയുകയാണ്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ ചെവിയിൽ നുള്ളിക്കോ, നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു വക്കീലാണെന്ന് പറയുന്നത്, ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണ് ഞാനും ആരാധനയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യന് ഈ നിൽക്കുന്ന സാധാരണക്കാരാണ്. അതിലെന്നാ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറയണത് എന്നെ കൊന്നുകളയെന്ന് പറയണത്. അപ്പം ഞാനും അത് കരുതി തന്നെ ഇരിക്കണം. കാരണം അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ചാകാതിരിക്കാൻ ഞാനും ശ്രമിക്കും. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവേ ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് 2025 1965 അല്ല. അപ്പോൾ അദ്ദേഹത്തിന് അതേ ഞങ്ങൾക്കൊരു സന്ദേശമുള്ളൂ. അദ്ദേഹം ഭാവിയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് കോൺഗ്രസ് മന്ത്രിസഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതാനും 10-13 മുഖ്യമന്ത്രിമാരിൽ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ആ മുഖ്യമന്ത്രി ആകേണ്ട ഒരു മനുഷ്യനാണ് ഈ 50 പേരോട് പറയണത്, ഞാൻ അധികാരത്തിൽ വരുമ്പോൾ ചെവിയിൽ നുള്ളിക്കോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കും, ചാകാതിരിക്കാൻ ഞങ്ങളും ശ്രമിക്കും. വലിയ രാഷ്ട്രീയ ഒരു വിഷയമായി തന്നെയാണ് ഇതിനെ കാണുകയും ചെയ്തത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പറയുന്നു ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സന്ദേശവുമായി നിങ്ങൾ സമരം ചെയ്യുന്നു. ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. അല്ലാതെ കുടുംബമില്ലെങ്കിൽ എന്ത് ജീവിതം? കുടുംബത്തിന് വേണ്ടിയല്ല ആൾക്കാർ സമരം ചെയ്യുന്നത്. കുടുംബമില്ലെങ്കിൽ എന്ത് ജീവിതം? വി ഡി സതീശന് വോട്ടാണ് പ്രധാനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് പ്രധാനം. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ആരുടെയും പുറകിൽ പോകാനില്ല. ഞങ്ങളുടെ വീട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം. ഒരു സുപ്രഭാതത്തിൽ ഒരു തീവ്രവാദ നിയമമായി വന്ന് ഞങ്ങളുടെ വീട് ചുമ്മാ അങ്ങോട്ട് എഴുതിയെടുത്തിട്ട് പോയേക്കാണ്. അതിനെതിരെ സമരം ചെയ്ത ഞങ്ങളോടാണ് ഈ പറയുന്നത്, ചെവിയിൽ നുള്ളിക്കോ, ഞാൻ അധികാരത്തിൽ വരുമ്പോൾ. അതിനുശേഷം ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, ഇവിടുത്തെ ഈ പുഴുക്കളില്ല ഇവിടുത്തെ, അവന്മാർ പറയണത് എന്നെ ടാർഗറ്റ്. ഇപ്പം ഞാനാണിത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണത്, എന്നെ കൊന്നുകളയെന്ന് പറയണേക്കണം അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ. ഇതിനെ തന്നെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. ഞാൻ BJP-യിലും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. ഞാൻ 24 വർഷം പ്രവാസിയായിട്ട് പുറത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ ഒരു BJP മെമ്പർഷിപ്പ് എടുത്ത്. കാരണം എനിക്കും ജീവിക്കണം, എനിക്കും സംരക്ഷണം ആവശ്യമാണ്. എൻ്റെ രാജ്യത്തെ ഇതിലൂടെ എനിക്കും പോകണം. അപ്പം എന്നെ സഹായിക്കാൻ വന്നവനെ ഞാൻ അവനോട് തിരിച്ച് നന്ദി കാണിക്കണത്, ഒരു പട്ടിക്ക് നമ്മൾ ചോറ് കൊടുത്താൽ പട്ടി നമ്മളെ പിറ്റേ ദിവസം കാണുമ്പോൾ നമുക്ക് വാലാട്ടും. അപ്പം ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങൾ നിന്നതിന് ഞങ്ങളോട് ഇത്ര ദേഷ്യപ്പെടുന്ന എന്താണ്? ഞാൻ വീണ്ടും പറയണം, അദ്ദേഹത്തിന് വോട്ടാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാടമാണ്.
ഞങ്ങൾക്ക് കിടപ്പാടമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാനോ പ്രതിപക്ഷ നേതാവാകാനോ ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ കിടപ്പാടം, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഭാവി. എനിക്ക് ദൈവം തന്നെ ആയുസ് എപ്പോഴാണ് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ മക്കൾക്കെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ. ഇപ്പം ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയമായുള്ള തിരിച്ചടി മുനമ്പം ജനത നൽകുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് അവർ മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള മുനമ്പം ജനതയല്ല. കേരളത്തിൽ ഇന്ന് നമ്മളുടെ നിലപാട് എന്താണ്? കോൺഗ്രസിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ്? കോൺഗ്രസ് എന്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് എന്താണെന്ന്. എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ജനങ്ങൾക്കറിയാം ഇവർ ഈ 13-14 മുഖ്യമന്ത്രിയായും വെച്ചിട്ട് അതൊന്നുമല്ല ഇന്നത്തെ രാജ്യം. ഇവിടെ ഉപദ്രവിക്കണ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഭരണകർത്താക്കൾ അവർ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇവർ വീണ്ടും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിലെടുത്ത് പറയുന്നുണ്ട്, മുനമ്പം ജനതന എടുത്ത് അവരുടെ വക്കാലത്തിൽ പറയുന്നുണ്ട്, അവരുടെ ഘടകകക്ഷി പറയുന്നുണ്ട്, ജീവിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇത് ഇപ്പോൾ കൊന്നും കളയുമെന്നാണ് പറഞ്ഞിട്ട് നടക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനല്ലേ മോദിജിയുടെ ഗവൺമെൻറ് ഈ ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നതും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ ബഹുമാനപ്പെട്ട CM-ന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വന്നിട്ടുണ്ട്. ആ കമ്മീഷൻ ഞങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, അദ്ദേഹം അന്ന് മുനമ്പം ജനതയെ സന്ദർശിച്ചപ്പോൾ CM രാമേന്ദ്രൻ സാറ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു കോടതിയും ഇന്ത്യയിലെ ഒരു കോടതിയും മുനമ്പം ഭൂമി വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ആശ്വാസം കൊണ്ടിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഭരിക്കുന്ന സർക്കാർ ഞങ്ങളുടെ കൂടെ ആയിരിക്കുള്ളൂ. ഇന്നും ഞങ്ങളുടെ MLA ഞങ്ങളെ വിളിച്ച് സംസാരിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാ കാര്യത്തിനും കൂടെയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ സംസാരിച്ചോളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഉപദ്രവമായി മാറിയിരിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ സംസാരിച്ച ആൾ പ്രതിപക്ഷ നേതാവ് ആണ്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയൊരു എന്താ പറയണ ഒരു പാമ്പായി മാറിയേക്കേ.